യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തകൾ നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകാൽ ഈ ഭൂമിയിൽ നമ്മൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ എപ്രകാരം ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളതായ ആത്മീയ ചിന്തകളാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം 33 തിരുവയസ്സിൽ താൻ തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചും തൻ്റെ ശരീരം ക്രൂശിൽ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചുള്ളതായ ആ ഒരു വേദവാക്യമാണ് നമ്മൾ വായിച്ചത്. ഞാൻ ആ വാക്യം ഇന്നൂടെ വായിക്കുകയാണ്. ലൂക്കോസിന് സുവിശേഷം 23 അധ്യായം അതിൻ്റെ 46 വാക്യം. യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു വാക്യത്തിൽ നിന്നും ചിന്തിച്ചത് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നത് തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. നാമും അതുപോലെ തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നാം ഈ ഭൂമിയിൽ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുകയല്ല, ഈ ലോകത്തിലെ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നാം ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമായി മാറും. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ ദേശത്തിന് ഒക്കെയും നമ്മൾ ഒരു അനുഗ്രഹമായി മാറും. കാരണം അവരിൽ എല്ലാം ദൈവം തൻ്റെ ഉദ്ദേശമാണ് നടപ്പിലാക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ മാതൃകയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. ആ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം യേശു പറഞ്ഞത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആകണമേ. മാനവജാതിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ സ്വർഗത്തിലെ ഇഷ്ടം ഈ ഭൂമിയിൽ നമ്മൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ പിതാവായി ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ആ പിതാവിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിവർത്തിക്കുക എന്നുള്ളതായിരുന്നു യേശുവിനെ കുറിച്ചുള്ള ഉദ്ദേശം. യേശുക്രിസ്തുവിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ യേശു ചെയ്തതായ ആ പ്രവർത്തികളിൽ പിതാവായി ദൈവം എന്താഗ്രഹിച്ചോ അത് യേശു നിവർത്തിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രസംഗമാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലാണ്. യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. എന്താണ് ദൈവരാജ്യം? ദൈവവും മനുഷ്യനും കൂടെയുള്ള ആ കൂട്ടായ്മ, ആ ഒരു സഹവർത്തിത്വം, അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച്, തത്വങ്ങളെക്കുറിച്ച് യേശു പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല, ശിഷ്യന്മാരെ അതിൻ്റെ ഉപദേശങ്ങളിലേക്ക് യേശു കൊണ്ടുവന്നു. ശിഷ്യന്മാർ പിന്നീട് കൂടുതൽ വചനങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും നമുക്ക് ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതും പ്രസ്താവ്യമാണല്ലോ. അതുപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം സർവ്വലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് ആ ദൈവത്തിൻ്റെ ക്രോധത്തിനിരയായി കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മുടെ സ്ഥാനത്ത് മരിക്കണമെന്നുള്ള ആ പിതാവിൻ്റെ ഇഷ്ടം. നോക്കണേ, ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും കർത്താവ് യേശുക്രിസ്തുവിലൂടെ പിതാവായി ദൈവം ഈ ഭൂമിയിൽ ചെയ്തെടുത്തു. പക്ഷേ ഇതിനു വേണ്ടി യേശു എന്താണ് ചെയ്തത്? കർത്താവ് യേശുക്രിസ്തു തന്നെ അയച്ച പിതാവിനോട് അനുസരണമുള്ളവനായിരുന്നു എന്നുള്ളത് ഫിലിപ്പി ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണം ഉള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തിയെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഈ ഭൂമിയിൽ നിവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നമ്മൾ വായിച്ച വാക്യം, അതായത് ലൂക്കോസിന് സുവിശേഷം 23 അധ്യായം 46 വാക്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ യേശു നിർവഹിച്ച ശേഷം ആ ക്രൂശിൽ കടന്നുകൊണ്ട് അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കണേ, ഇതിനു മുമ്പ് പല കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ പല കാര്യം സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ മറ്റൊരു മൊഴിയുണ്ട്, ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള മൊഴിയിൽ. ആ മൊഴി ഇതായിരുന്നു, സകലവും നിവൃത്തിയായി തീർന്നു. പെയ്ഡ് ഇറ്റ് ഓൾ, ഞാൻ സകലതും കൊടുത്തു തീർത്തു. എന്നെക്കുറിച്ച് പിതാവായി ദൈവം എന്താഗ്രഹിച്ചുവോ അതെല്ലാം ഞാൻ മാനവജാതിക്ക് വേണ്ടി കൊടുത്തു എന്നുള്ളതായ യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനം. അതിനുശേഷമാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്, ദേവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ടടിയോളം ചിന്തിപ്പോയി. കാരണം
യേശു ക്രിസ്തു പുതിയ ഒരു വാതിൽ തുറന്നു കൊടുത്തു. മനുഷ്യർക്ക് ദൈവത്തെങ്കിലേക്ക് യാതൊരു തടസ്സമില്ലാതെ പ്രവേശിക്കുവാൻ തക്കതായ ഒരു വഴി, ജീവനുള്ള പുതുവഴി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. നോക്കണേ, ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന പോലെ, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയുന്ന പോലെ, കർത്താവ് യേശു ക്രിസ്തു തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്തിട്ട് തൻ്റെ ആത്മാവിനെ താൻ ദൈവത്തിൻ്റെ തൃക്കൈയിലേക്ക്, ആ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നോക്കണേ, ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തരുന്നതായ സമയം, യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അത് 33.5 വയസ്സാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു പക്ഷേ 50, 60, 70, 80 അല്ല 90 അല്ല ഇതിനൊക്കെ താഴെയോ ആയിരിക്കാം. പക്ഷേ ഈ ഒരു കാലയളവിൽ നാം ദൈവത്തിൻ്റെ ഹിതം ചെയ്ത്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. വിശുദ്ധ ബൈബിളിലെ വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണല്ലോ, ഒരുവൻ സർവ്വലോകം നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം. അപ്പോൾ ഈ ആത്മാവ് നമ്മൾ ദൈവകരങ്ങളിലേക്ക് വളരെ സംതൃപ്തിയോടെ കൊടുക്കേണ്ടതാണ്. നമ്മൾ തിരിച്ച് ഏൽപ്പിക്കേണ്ടതാണ്. നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. പലപ്പോഴും നമ്മൾ സ്വയം പറയാറുണ്ട്, ഞാൻ ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്, എനിക്ക് ആരോട് കണക്ക് പറയാനില്ല, ഞാൻ ആരോടും ഉത്തരവാദിത്തപ്പെട്ടിട്ടില്ല. പക്ഷെ മറക്കരുത്, അത് നമ്മളുടെ ആത്മാവിനെയും നമ്മളുടെ ദേഹിയെ മറന്നുകൊണ്ടാണിത് സംസാരിക്കുന്നെങ്കിൽ നമ്മൾ അപകടത്തിൻ്റെ മേഖലയിലാണ്. നാം നമ്മെ സൃഷ്ടിച്ചതായ, നമ്മെ ആക്കി വെച്ചതായ ദൈവത്തിന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കാരണം ഈ ദേഹി ദൈവം നമുക്ക് നൽകിയതാണ്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ദേഹി വസിക്കുന്നതായ ഈ ദേഹം, ബോഡി, അത് ദൈവം നമുക്ക് നൽകിയതാണ്. ഇതിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ അവസാനം കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറയത്തക്കതായ ആ ഒരു അവസ്ഥയിലേക്ക്, ഒരു ധന്യമായ നിലയിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ വിശ്വസ്തമായി നാം ദൈവത്തെ ഈ ഭൂമിയിൽ സേവിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ദൈവവചനത്തിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് കർത്താവിനോടുള്ള ഭക്തിയിൽ നാം ഈ ഭൂമിയിലായിരിക്കുന്നെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെയും അപ്പോസ്തലൻ പൗലോസിനെ പോലെയും നമ്മുടെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സുരക്ഷിതമായി ഏൽപ്പിക്കുവാൻ, നമ്മുടെ ദേഹിയെ സുരക്ഷിതമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ എപ്രകാരം നടക്കണം എന്നുള്ള ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനു മുമ്പായിട്ട് ഇന്ന് കേട്ട വചനത്തിനു മുമ്പാകെ നമുക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ആ ദൈവ ഇഷ്ടം നമുക്ക് നിവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ വലിയൊരു പരാജയമായിരിക്കാം. ഒരുപക്ഷെ നമുക്ക് വലിയ വീടുകളുണ്ടായിരിക്കാം, നല്ല സമ്പത്തുകളുണ്ടാകാം, ധാരാളം ആർഭാടങ്ങളും ധാരാളം ലോകം പ്രശംസിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷേ നമ്മൾ മരിക്കുമ്പോൾ, ഈ ദേഹം ഈ മണ്ണിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ, ഈ ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ നേടിയതെങ്കിൽ നമുക്കൊന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഇന്ന് നമുക്ക് സമർപ്പിക്കുവാനും ഭക്തിയോടുകൂടെ ദൈവം നമ്മെ ആക്കി വെച്ച ആ ഉദ്ദേശത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയുമാറാകട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനത്താൽ അങ്ങയുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ഈ ഭൂമിയിൽ ജീവിച്ച് തൻ്റെ ശരീരത്തെ മരണത്തിന് ഏൽപ്പിച്ച് തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാണനെ വിട്ടു എന്ന് ഞങ്ങൾ വായിക്കുന്ന പോലെ, കർത്താവെ, ഞങ്ങളുടെ ജീവിതവും കർത്താവ് യേശു ക്രിസ്തുവിൽ ധന്യതയുള്ളതായി തീരുവാൻ അങ്ങ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നാളെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പുതിയ ഒരു ചിന്ത നമ്മൾ ചെയ്തതാണ്. അതിനുവേണ്ടി എല്ലാവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.